ഇനി പാലായിലേക്ക് എത്തുമ്പോൾ ജോസ് കെ മാണി സി കാപ്പൻ മത്സരത്തിന് വീണ്ടും കളമൊരുങ്ങുകയാണ്. പാലായിൽ ഇത്തവണയും മത്സരിക്കുമെന്ന് മാണി സി കാപ്പൻ 24നോട് പറഞ്ഞു. പാല എന്നും സ്വന്തം എന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. ഞാൻ പാലായിൽ മത്സരിക്കാനുണ്ടാവും, അതിന് യാതൊരു തർക്കവുമില്ല. ആ കാര്യത്തിൽ ജോസ് കെ മാണി വരുമോ വരാതിരിക്കുമോ എനിക്കൊരു വിഷയമല്ല, അത് നമ്മളെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. പിന്നെ ഇവിടെ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ ലോക്സഭ 1.5 കൊല്ലം ബാക്കി നിൽക്കാതെ രാജിവെച്ചും രാജ്യസഭയിൽ പോയി. അത് 3.5 വർഷം ബാക്കി നിൽക്കുമ്പം അത് രാജിവെച്ച് എന്നോട് മത്സരിക്കാൻ വന്നു. ഇപ്പം 4.25 കൊല്ലം ബാക്കിയുണ്ട് രാജ്യസഭ. വീണ്ടും അതും രാജിവെച്ച് വന്നാൽ ജനം എല്ലാം മറുപടി പറയുന്നുണ്ടെന്ന് ആലോചിച്ചു. ജനാധിപത്യത്തെ കൊഞ്ഞനം കാണിക്കാൻ പറ്റും ഒരാൾക്ക്. ബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. ഇപ്പോൾ എടുക്കുന്നത് അടുത്ത പ്രാവശ്യം ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായിട്ടും അതുണ്ടാവും. പാലായെ സംബന്ധിച്ചോളം പാല നമ്മുടെ സ്വന്തമാണ്. ബാക്കി കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കും. എല്ലായിടത്തും പ്രതിപക്ഷം ഉണ്ടല്ലോ. പാലായി മാത്രം വികസനം വരാത്തത് പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം ഉള്ളത് കൊണ്ടാണ്. എല്ലായിടത്തും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്. ഒരു ബൃഹത്തായ പദ്ധതി എടുത്ത് കാണിക്കട്ടെ. ഞാനൊരു വാക്ക് തർക്കത്തിനൊന്നുമില്ല. ജനങ്ങൾ തീരുമാനിക്കും. ഒരെണ്ണം എടുത്ത് കാണിക്കട്ടെ. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ടോബി, പാലായിൽ നിലവിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണ് കേരള കോൺഗ്രസും വിലയിരുത്തുന്നത്? സ്ഥിതി ഭദ്രമെന്നാണോ? അവിടേക്ക് എത്തുമോ ജോസ് കെ മാണി? അതൊക്കെ ചോദ്യമാണല്ലോ. ഇപ്പോൾ മാണി സി കാപ്പനാണെങ്കിൽ അദ്ദേഹത്തിന് നേരത്തെ അദ്ദേഹം സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പാലായിൽ പ്രതീക്ഷിക്കേണ്ടത് ടോബി? ഉന്മേഷ്, കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് പാല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാൻ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. കേരള കോൺഗ്രസിന്റെ ഈറ്റിലം എന്നവർ വിശേഷിപ്പിക്കുന്ന മണ്ഡലമാണ് പാല. അവിടെ ഒരു വിജയം കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി അവർക്കുണ്ടായി. മാണിസാറിന് ശേഷം പിന്നീട് അവിടെ KM മാണിക്ക് ശേഷം പിന്നീട് അവിടെ ഒരു സ്ഥാനാർത്ഥിക്ക് കേരള കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമാക്കുന്നത്. എന്തായാലും കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് കേരള കോൺഗ്രസ് നടത്തുന്നത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭയിൽ അധികാരം ലഭിച്ചില്ലെങ്കിലും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം അല്ലെങ്കിൽ വോട്ട് ഷെയർ വർധനവ് അവർക്കുണ്ടായിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് കേരള കോൺഗ്രസ് നിരത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ പാല പിടിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസവുമുണ്ട്. നേരത്തെ കടുത്തുരുത്തിയിലേക്കോ മറ്റോ ജോസ് കെ മാണി മാറുമോ എന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനുള്ള സാധ്യതകളുണ്ട്. പാലായിൽ വിജയിക്കാൻ സാധിക്കില്ല, കടുത്തുരുത്തിയിലേക്ക് മണ്ഡലം മാറുമെന്നുള്ള ചർച്ചകൾ സജീവമായിരുന്നു. എന്നാൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പാലായിൽ നിന്നും മാറാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിന് അദ്ദേഹം തയ്യാറല്ലെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം, പാല സ്വന്തമാണെന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പാർട്ടിയാണെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. വരും ദിവസങ്ങളിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അടക്കം ചേരുന്നുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന്റെ ചർച്ചകൾ അടക്കം ഉണ്ടാകും. എന്തായാലും മാണി സി കാപ്പൻ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായിട്ട് താൻ അവിടെ തന്നെ ഉണ്ടാകും. പാലായിൽ ഇത്തവണ മത്സര രംഗത്തുണ്ട്, താൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മളോട് ആദ്യമായിട്ട് 24നോടാണ് അക്കാര്യം അദ്ദേഹം പറയുന്നത്. എന്തായാലും പാലായിൽ നേർക്കുനേർ പോരിലേക്ക് മാണി സി കാപ്പനും ജോസ് കെ മാണിയും നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇനി ഒരു ഘട്ടത്തിൽ നേരത്തെ മാണി സി കാപ്പൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രം മറ്റാരെങ്കിലും അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഷോൺ ജോർജിന്റെ പേര് കൂടി പാലായിലേക്ക് ഉയർന്നു കേൾക്കുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് പാല കടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാശിയേറിയ പോരാട്ടം തന്നെ പാലായിൽ ഉണ്ടാകുമെന്നുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.